ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ളോഗ്. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് പറഞ്ഞൊരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നിതാ എൻ്റെ കിച്ചുട്ടി ഇതാ ചെണ്ടകൊട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വൈരശ്ശേരി അമ്പലത്തിലാണ് എപ്പോഴും ഞാൻ പോയി തൊഴാറ്, ശിവൻ്റെ അമ്പലത്തിൽ. അപ്പോൾ അത് എൻ്റെ പല വ്ളോഗിലും ആ വൈലശ്ശേരി അമ്പലം ഉണ്ടാവും. കിച്ചുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെ ഞാൻ അമ്പലത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഗൈസ് നല്ല മഴയുണ്ട്. അപ്പോൾ ഇന്ന് വൈലശ്ശേരി അമ്പലത്തിൽ വെച്ചിട്ടാണ് കുട്ടികൾക്ക് ചെണ്ട ക്ലാസ്. ഫസ്റ്റ് ഡേ ആണ് കിച്ചുവിന്. അപ്പോൾ ഞാനും കിച്ചു ഇതാ ഒരു 8 മണിയാവാറായി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാ പിന്നെ ചെണ്ട ക്ലാസ്സിന് ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഇതാ നല്ലൊരു ചാക്ക് കൊണ്ടുണ്ട്. പിന്നെ ഇതാ ഒരു ടർക്കി പോലെ ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞു. ഈ 2 സാധനങ്ങളുമാണ്. അപ്പോൾ ഗൈസ് നല്ല മഴ കേട്ടോ, അടിപൊളി മഴ. ഇതാ ഗൈസ് കിച്ചു കണ്ട പോർച്ചുഗലിൻ്റെ ഇതാണ്, ഫാനാണ്. ഇത് അവിടെ ഒരു പോർച്ചുഗലിൻ്റെ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. അവൻ വരച്ചുണ്ടാക്കിയതാണ്. കുറച്ചൊരു ഇതിങ്ങനെയാണ് എന്താ, നല്ല മഴയാണ്. ഇതാ ഞാൻ കുറച്ച് ഇതാ കണ്ട ചെടി, റോസ് കൊമ്പിൻ്റെ ഒക്കെ, ഇതൊക്കെ ഞാനൊരു ദിവസം വ്ളോഗ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗ് ഞാൻ ഒരു ദിവസം ചെയ്യാം. പിന്നെ നല്ല അടിപൊളി മഴ, നമുക്ക് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഭാഗം. അപ്പോൾ ഗൈസ് പുറത്ത് നല്ല മഴയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയൊക്കെ കാണാൻ. അപ്പോൾ മഴ എന്നും ഇവിടെ മാറിയിട്ട് ഇറങ്ങാൻ വിചാരിച്ചോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിക്കേണ്ടത് എന്താണ് പിന്നെ വ്ളോഗൊന്നും ചെയ്യാത്തത്. ചെറിയൊരു തിരക്കുകൊണ്ടാണ് കേട്ടോ വ്ളോഗൊന്നും ചെയ്യാത്തത്. ഞാൻ വ്ളോഗ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡേ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചോ എൻ്റെ ആകെ കുറച്ച് പിന്നെ എന്നെ അറിയുന്ന കുറച്ച് ആളുകൾ മാത്രമേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയോ കാണുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, എനിക്ക് നല്ല നല്ല മെസ്സേജുകൾ തരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം എന്തൊക്കെ വ്ളോഗുകളാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്. അങ്ങനെ നമ്മുടെ കമൻസിലൂടെ പറഞ്ഞ വ്ളോഗൊക്കെ ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരും എപ്പോഴും എൻ്റെ ഒപ്പം വേണം. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണം ചെണ്ട ക്ലാസ്സിലേക്ക് പോകാൻ. 2ഉം തൊട്ടടുത്താണ്, എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ കിച്ചു പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകളും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. അത് കഴിഞ്ഞിട്ട് ഇതാ കിച്ചു അച്ഛമ്മോട് പറയുകയാണ്. അപ്പോൾ കിച്ചുവിന് വലിയ ഇഷ്ടം അച്ഛമ്മേനെ. അപ്പോൾ അച്ഛമ്മോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ അമ്മേനെ, അമ്മയുടെ അനുഗ്രഹം മേടിച്ചു. പിന്നെ എൻ്റെ അമ്മമ്മയാണ്, അമ്മമ്മയുടെ അനുഗ്രഹം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ അവസാനം എൻ്റെ അനുഗ്രഹം മേടിച്ചു. എന്നിട്ട് അവന് നല്ലൊരു കാര്യത്തിന് പോവുകയല്ലേ, അപ്പോൾ അങ്ങനെ എല്ലാവരും അനുഗ്രഹവും മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ചെണ്ട ക്ലാസ്സിലെത്തിയതാ സാറിന് ദക്ഷിണ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സാറ് ഇതാ കിച്ചുവിന് ചെണ്ടക്കോല് 2 എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കിച്ചു സാറിൻ്റെ കാലൊക്കെ തൊട്ട് വന്ദിച്ചു. ഇനി ക്ലാസ്സിക്ക്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
അപ്പോൾ അത് ചെണ്ട ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വയലശ്ശേരി അമ്പലത്തിൽ ചുറ്റുമതിലിൻ്റെ സമർപ്പണം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞങ്ങളൊക്കെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇതാ തിരുമേനി പൂജിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആ ഒരു ചടങ്ങും കൂടിയും കണ്ടിട്ട് ഭഗവാനൊന്നും കൂടിയും തൊഴുതിട്ട് വീട്ടിലേക്ക് പോവാച്ചിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു ഭാഗമാകാൻ ഇക്കും കിച്ചുവിനും കഴിഞ്ഞു. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ നല്ലോണം അതൊക്കെ തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അതാ കിച്ചുവിന് അമ്പലക്കുളം കാണണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്നു. നല്ല അടിപൊളി വെള്ളാട്ടാണ്. നമുക്കിത് കാണുമ്പോൾ നീന്താൻ തോന്നും. എനിക്കൊക്കെ നീന്തണുണ്ട്. പക്ഷേ പിന്നെ ഒരു ദിവസം വന്നിട്ട് നീന്താച്ചിട്ട് ഞാനും കിച്ചു കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി നിന്നു. അപ്പോൾ കിച്ചു ഇതാ ചെണ്ടക്കോലുകൊണ്ട് ഓരോ അഭ്യാസങ്ങളൊക്കെ കാട്ടുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇന്ന് അടിപൊളി ഒരു ദിവസമായിരുന്നു ഇതാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ.